ചവിട്ടി തള്ളു സാബിനെ കളവില്ലേ കള്ളൻ ജോബിന് ഇയാൾ ടിക്കറ്റ് ഒന്നും എടുത്തില്ല ടിക്കറ്റൊക്കെ ജോബിന് ടിക്കറ്റ് എടുത്തില്ലേ അങ്ങോട്ട് തിരിയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ തല ഇതിനകത്ത് വരരുത് സ്റ്റാൻഡ് ചെയ്യാം അപ്പോൾ അത് ക്ലാസ് ഇത് മേടിക്കാനോ ഓക്കെ അങ്ങനെ ഓക്കെ For attention of everybody, while Uniform Ward is setting up, there is a small announcement. There is a little box kept outside the auditorium. We are accepting any donations from St. Jude family to help support today's event. Thank you. പരിപാടി കഴിയുമ്പോഴും ഓരോ അനൗൺസ്മെൻറ്റ് ആദ്യത്തെ അനൗൺസ്മെൻറ്റ് റാഫിലുണ്ടെന്ന് ഈ അനൗൺസ്മെൻറ്റ് പെട്ടി ഉണ്ടെന്ന് ഇവിടെ വരാനുള്ള അവിടെ പോയി സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന പുരുഷന്മാർ മാറിയിരിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലാണ് ആനയൊക്കെ പാപ്പാനോടെ വെയിറ്റ് ചെയ്യുന്നത് ടിക്കറ്റ് 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 ഓരോ റോയിലും പോയി സിജി യൂത്തിനെ ഏൽപ്പിക്കും സിജി റാഫേൽ തുടങ്ങുന്നില്ല വിശ്വാസം അതല്ലേ എല്ലാം. സഹോദരരെ, ഇതൊരു തമാശ കഥയല്ല, മറിച്ച് ദൈവത്തിന്റെ അനന്ത പരിപാലനയുള്ള സാക്ഷ്യപ്പെട്ടു. ഈ കഥ തുടങ്ങുന്നത് പണ്ട് പണ്ടാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അത്ര പണ്ടല്ല, ഏതാണ്ട് 30-40 വർഷങ്ങൾക്കപ്പുറം. അന്നത്തെ യുവാക്കൾ ഇങ്ങനെ പാടുപാടുന്ന കാലം. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം. അവിടെ മത്തായി ചേട്ടനും എലിയാമ്മ ചേട്ടത്തെയും അവരുടെ മകൻ ജോസഫ് കുഞ്ഞും അടങ്ങുന്ന കുടുംബം. അവരുടേത് ഒരു സന്തുഷ്ട കുടുംബമാണ് എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് അവരുടെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നിട്ടില്ല. മോനെ, പഠിച്ചത് മതി. നീ സ്കൂളിൽ പോകേ? അമ്മേ, ഞങ്ങൾക്ക് സയൻസ് പരീക്ഷ. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഓ, നിനക്ക് എത്ര പഠിച്ചാലും മതിയാകും. പക്ഷെ മാർക്ക് വരുമ്പോ എന്ന് നിനക്ക് തന്നെയല്ലേ ഒന്നാം സ്ഥാനം കിട്ടുന്നത്. ആ, നീ എങ്കിലും പഠിച്ച് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ കമ്പനിയിലേക്ക് പോവാ. ജോസഫ് പറഞ്ഞേ, നീ വന്നേ. ഓ വേണ്ട. ഇവന് തന്നെ പറ്റിയത്. ആ, ഇനി അവനെ പറഞ്ഞാൽ മതി.
ഇന്നലെ അവന് സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ അവനെ പോത്തിയിലെ തല്ലി പിടിച്ചു മാറ്റാൻ വന്ന് എനിക്കിട്ട് കിട്ടി. അവൻ എന്ത് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാ, അത് വലിച്ചു കീറി കളഞ്ഞില്ലേ. പിന്നെ കഞ്ഞിക്കലോ തട്ടി വെച്ചിട്ട് അതിനൊരു വറ്റി ചോറ് കൊടുക്കാൻ പോലും ഇങ്ങനെ പറ്റിയില്ല. ഒരു നല്ല വാക്കോ പറയത്തില്ല. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? എനിക്കറിയത്തില്ല, ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ. എത്ര ധ്യാനം കൂടി ആശുപത്രി കിടന്നു, ആയുർവേദവും അലോപ്പതിയും ഒക്കെ കഴിച്ചു. പട്ടിണില്ലേ? എനിക്കും പിള്ളേർക്ക് ദൈവാനുഗ്രഹമില്ല. ആരുടെയോ ശാപമാണ്. ഞാൻ പോവാ. ജോസഫ് ഞാൻ അപ്പച്ചൻ കുടിക്കത്തില്ല. അന്തോണീസ് പുണ്യാളനാണേ സത്യം. ഞാൻ വൈകിട്ട് വരുമ്പോ നിനക്ക് മുട്ടായി കഴിച്ചോണ്ട് വരാം കേട്ടോ. ഓ, ഞാനിതുവരെ കേട്ടിട്ടുള്ളത്. അമ്മേ, ഞാനത് വലുതാവട്ടെ, ഞാൻ അപ്പച്ചനെ കൊല്ലും. മോനെ, നീ അങ്ങനെയൊന്നും പറയരുതേ. നിന്റെ അപ്പനല്ലേ, ദൈവദോഷം പറയരുത്. ഓ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ അമ്മ എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുമോ? എനിക്കറിയില്ല. ഞാനും എൻ്റെ കുടുംബക്കാരും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഏലിയാമ്മച്ചേടത്തെയും ജോസഫിനും അന്നേ ദിവസവും അവരുടെ ദിനചര്യകളിൽ മുഴുകി. ഇന്നെങ്കിലും മത്തായിച്ചൻ കുടിക്കില്ല എന്ന നേരിയ പ്രതീക്ഷയോടെ. എന്നാൽ ഇന്നും മത്തായിച്ചേട്ടൻ പതിവ് തന്നെ ചെയ്യുന്നു. പാമ്പുകൾ മത്തായിച്ചേട്ടന് കള്ളുകുടിയ ശാപീടമില്ല, ശാപീടമില്ല. പുണ്യാളനെ പറഞ്ഞ് സത്യം ചെയ്തതല്ലേ, ഇന്ന് കള്ളു കുടിക്കത്തില്ല. ഞാൻ കള്ളുടിക്കും, ചാരായം കുടിക്കും, ഈ പൈപ്പിൽ കിടക്കുന്ന വെള്ളം നീ കുടിക്കും. നീ ആരോട് ചോദിക്കാൻ? എടി, നീ ഈ കുടുംബത്തിൽ കയറിയ പിന്നെ അല്ലടി ഞാൻ കൂടി തുടങ്ങിയ. എവിടെയാണ് നിന്റെ ആ മോൻ? ഇങ്ങോട്ടറിയാ? പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല. അവരുടെ ജീവിതം അതുപോലെ തന്നെ തുടർന്നു. ഞാൻ അതിരമ്പുഴയ്ക്ക് പോകുന്ന വഴിയാ. ബസ് കിട്ടിയില്ല, അതുകൊണ്ട് നടന്നു പോവുക. നടന്ന് മടുത്തു. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? ചേട്ടത്ത് കയറിയിരിക്കും. ഉച്ചയായില്ലേ, കുറച്ച് ചോറെടുക്കാം. വലിയ കറിയൊന്നുമില്ല. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. കുറച്ച് വെള്ളം മാത്രം മതി. നടന്ന് മടുത്തതല്ലേ, കുറച്ചു നേരം ഇരിക്കാം. എന്താ ചേട്ടത്തിന്റെ പേര്? മറിയാമ്മ എൻ്റെ പേര്. അല്ല, ചേട്ടത്തിയുടെ മുഖത്തെ ഒരു സങ്കടം. എനിക്ക് സങ്കടമൊന്നുമില്ല. പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ആൾക്ക് ഇച്ചിരി കൂടിയുണ്ട്, അതുകൊണ്ട് കുടുംബത്തൊരു സമാധാനമില്ല. ഉപദ്രവമുണ്ടോ? അപ്പോ വീട്ടുകാരിലൊക്കെ? എനിക്ക് ഇവിടുത്തെ UP സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിയുണ്ട്. പിന്നെ ഒരു ചെറിയ തയ്യക്കടയുണ്ട്. ആഹാ, ഏലിയമ്മ ടീച്ചറല്ലേ? ഓ, ഞാനൊരു പൊട്ടി കുഞ്ഞേ ചേർത്തി. അങ്ങനെയാണ് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്.
എന്നെ കൊഞ്ചിച്ച് വഷളാക്കി നോക്കിയാണ് എല്ലാവരും പറയുന്നത്. 10 തോറ്റപ്പോൾ പഠിത്തം നിർത്തി. ആ സമയത്ത് അപ്പന് മരിച്ചു. 10 തോറ്റവർക്കൊക്കെ ടീച്ചറാവാൻ പറ്റുമോ? മത്താഴ്ച കുടുംബം നോക്കാതായപ്പോൾ നമ്മുടെ പള്ളിയിലെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ BA പ്രൈവറ്റായിട്ട് ചേർന്നു. പിന്നെ BEd എടുത്തു. ഓരോ കഷ്ടപ്പാടുകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ശക്തി തന്നെ കിട്ടും. പിള്ളേർക്കുള്ളതല്ലേ. എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ ഭക്തയായിരുന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത് തന്നെ. കല്യാണത്തിന് മുമ്പ് മത്തായിച്ചിന് അങ്ങനെ കൂടിയൊന്നും ഇല്ലായിരുന്നെന്ന് അറിയിക്കുന്നു. പക്ഷെ എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയിരുന്നു. കർത്താവിന്റെ വഴി ആർക്കറിയാം? ഇതൊക്കെ കർത്താവ് കാണാതിരിക്കുമോ? ഇതൊക്കെ എല്ലാവരും പറയുന്നേ. പണ്ടൊക്കെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അതൊക്കെ പോട്ടെ. ചേട്ടത്തിയുടെ കുടുംബമൊക്കെ എവിടെയാ? എൻ്റെ ആള് നേരത്തെ മരിച്ചു. പിന്നെ ആളുണ്ടായിരുന്നൊരു മോന. കുറേ ദുഷ്ടന്മാര് ചേർന്നു ഒന്നും. എന്റെ മാതാവേ, വലിയ പിള്ളേരൊക്കെ ഉള്ളതാണോ? കണ്ടാ പറയത്തില്ല കേട്ടോ. 15ാമത്തെ വയസ്സിലെ എനിക്ക് കല്യാണത്തിന് മുമ്പുള്ളതാണ്. എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു കണക്കിന് നോക്ക്. ചേട്ടത്തിയുടെ കഷ്ടപ്പാടെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ദുരിതം ഒന്നുമല്ല. അയ്യോ, സംസാരിച്ച് നേരം പോയതായിരുന്നില്ല. നേരെ ഒത്തിരി വൈകി. ഞാൻ പോട്ടെ എടുത്തി. അത് ശരിയാണല്ലോ. ഇത്രയും നേരമായെന്ന് ഞാനും അറിഞ്ഞില്ല. അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. ഇതെന്നാ നേരത്തെ എത്തിയല്ലോ. ഇന്ന് പരിപാടിക്കൊന്നും പോയില്ലേ? കാശെല്ലാം തീർന്നോ? എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ. പണി കഴിഞ്ഞിട്ട് ഞാനും കേശവനും കൂടി ഒന്നും മിനിങ്ങാന്ന് കരുതി ഷാപ്പിൽ പോയി. പക്ഷെ കുടിക്കാൻ തുടങ്ങിയപ്പോ പറ്റുന്നില്ല. എന്തോ ഒരു കിടക്കുമാ. കള്ളിന്റെ ആണെന്നാ വിചാരിച്ച. അതുകൊണ്ട് ഞങ്ങൾ പട്ട ഷാപ്പിൽ കയറി. അവിടുന്ന് കുടിക്കാൻ ഗ്ലാസ് കയ്യിലെടുക്കുമ്പോ മുങ്ങിച്ചാൻ തുടങ്ങണ പോലെ ഒരു വിഷമം. ഗ്ലാസ് താഴെ വയ്ക്കുമ്പോ ഒരു കുഴപ്പമില്ല. എന്നാ ചെലുത്താൻ കളിയാണോ? എന്നാണ് ദൈവത്തിന്റെ കളിയായിരിക്കും. വല്ലാതെ വിശക്കുന്നു. നീ വല്ലതും കഴിക്കാൻ എടുത്തു. അയ്യോ, ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഇതിലെ ഒരു ചേടത്തി വന്നായിരുന്നു. അതിനോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. അതാഴ്ച കണ്ടായിരുന്നോ? ഓ, ഞാൻ ആരെയും കണ്ടില്ല. എന്തായാലും ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ജോസഫ് കുഞ്ഞ് കുറെ നാളായി പറയുന്നതല്ലേ അവനെ പൊറോട്ട ഇറച്ചി വേണമെന്ന്. നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. അത് കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് പോവാം. നിങ്ങൾ പോയി റെഡിയാവും. ഇത് ചെകുത്താങ്കളിയാണെങ്കിൽ എനിക്ക് ആ ചെകുത്താനെ അങ്ങ് ഇഷ്ടമാണ്. എന്റെ പേര് മറിയം, എന്റെ പേര് മറിയം, എന്റെ പേര് മറിയം, എന്റെ പേര് മറിയം. എന്റെ മാതാവേ, നീ പൊട്ടെ കുഞ്ഞിലെ ഏലിയാമ്മ ടീച്ചറാക്കാനാണോ ഈ കുരിശ് മുഴുവൻ ചുമപ്പിച്ചത്? നന്ദി, എന്നോട് പൊറുക്കണേ. എന്നാലും എനിക്ക് ആ കയ്യിലൊന്നും തൊടാൻ പറ്റിയില്ലല്ലോ. ദൈവത്തിന്റെ വഴികളും സമയവും പ്രവചനാതീതമാണ്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ദുരിതത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലയുമ്പോൾ പ്രതീക്ഷ കൈവടിയരുത്. മുട്ടിന്മേൽ നിന്ന് കർത്താവേ എന്ന് വിളിക്കുക. ആ കൊണ്ടയിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുക. അപ്പോൾ അവിടെ മാലാഖമാർ നൃത്തം ചെയ്യും.